പണ്ടാരെ എവിടെ കൊണ്ടുവച്ചൊന്നൊരു പിടുത്തമില്ലല്ലോ. എന്തോ സാറേ കിടന്ന് അന്വേഷിക്കുന്നത്? എടോ, ഈ കഴിഞ്ഞ ക്രിസ്മസിനെ നമ്മള് കുറച്ച് പയ്യന്മാരെ പിടിച്ചില്ലേ? അപ്പൊ അവരെ ഒരു തൊണ്ടി പോലായിട്ട് ഒരു 5-6 കുപ്പ് ഫുള്ള് വാങ്ങിച്ചില്ലേ? അത് ഒരു ഫുള്ള് ഞാൻ എന്റെ അടി വെച്ചിരുന്നത് കാണാനില്ലെന്ന്. അങ്ങനെ റഹ്മാനും വിലീതും കൂടെ എടുത്ത് കഴിച്ചില്ലേ? കഴിച്ചാ? എന്റെ ദൈവമേ, ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഒരു തുള്ളി അടിക്കാൻ മത്തി ഇവിടെ ഇല്ലല്ലോ. ഇത് ആരാണോ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവച്ചത്? കലണ്ടർ ചോദിച്ചാടാ? അല്ല സാർ, സത്യം കലണ്ടർ ഒന്ന് തുറന്നു വിടു സാറേ. ഇങ്ങോട്ട് ഇറങ്ങി പാടാ, ഇങ്ങോട്ട് വരുന്നവരെ മര്യാദക്ക് ഇവിടെ എന്തൊരു സാറേ, കുറച്ച് പടക്കെടുത്ത് റോഡി എറിഞ്ഞാനാണ് എന്നെ ഇങ്ങനെ സാറേ. പടക്കെടുത്ത് പൊട്ടിച്ചതിനാണ് ഇവനെ പിടിച്ച് അകത്തിട്ടേക്കണം. പറഞ്ഞു വിടുതാറേ ഇവനെ. 5-6 പടക്കോ? ഇവിടെ 5-6 പടക്കമല്ല, ഇവിടെ 100-500 പടക്കം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് തിരിയിട്ട് അത് പെട്രോൾ പമ്പിന് നേരെ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവനെ ഇവൻ. ഇവിടെ അതിന് നമ്മൾ പടക്കം എന്നല്ല പറയുന്നത്, അതിനെ പറയുന്ന പേരാണ് ബോംബ്. ഇങ്ങോട്ട് വരട്ടെ. സാർ കേക്ക്. പറയൂ, കേൾക്കുന്നുണ്ട് സാർ. അതല്ല കേക്ക്. പറയാ, ഉറക്ക പറ. എന്റെ സാറ് കേക്ക്. കേൾക്കുന്നുണ്ട്. ഓ, ആ കേക്കിന്റെ കാര്യം പറഞ്ഞല്ലേ? അടിപൊളി കേക്കാണല്ലോ. കപ്പലണ്ടിക്ക് വെച്ച കേക്ക്. കപ്പലണ്ടിക്ക് വെച്ച കേക്ക്. കപ്പലണ്ടി അല്ലേ, എന്റെ അണപ്പല്ലാണ്. സാറുണ്ടോ? പതുക്കെ നിങ്ങൾ സല്യൂട്ട് അടിക്കുന്നത്. ഒരു SI അല്ലേ വന്നിരിക്കുന്നത്? ഒരു മിനിറ്റ്. ഓക്കെ സാർ, ഒരു കുഴപ്പമില്ല. എല്ലാരും ഒരു സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ വന്ന്. ഞാൻ പെറ്റ് കിടക്കുന്ന പാട്ടിയാണ്, പാല് കുടിക്കാൻ വരുന്നില്ല. അതല്ലോ, പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താ സാറാ? സാറേ, നമുക്ക് ശമ്പളം കൂട്ടോ? അയ്യ, ശമ്പളം കൂട്ടാൻ വേണ്ടി ഇവിടെ മലമറിച്ച് പണിയുമല്ലേ ഇയാളിവിടെ? സാറ് സ്ഥലം മാറ്റമായിരിക്കും. എന്നെ ഇവിടെ അങ്ങ് പറഞ്ഞു വിട്ടാൽ നിന്റെ അസുഖം അങ്ങ് മാറുമോ? സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എനിക്കൊരു കോൾ വന്നു. ഈ നാട്ടിലെങ്ങാണ്ടുള്ള ഒരു മുതലാളിയുടെ കേസാ, ഇച്ചിരി പൈസ കിട്ടുന്ന കേസാ. അവിടുന്ന് 2 പേരിങ്ങും വരാൻ നേരത്ത് നമ്മളെല്ലാവരും നല്ല ജാഗരൂകരായിട്ട് നിൽക്കണം. അടിപൊളി ഒരു പോലീസ് സ്റ്റേഷൻ ആണെന്ന് അവരെ ധരിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സെല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേ. എന്നെ ഒന്ന് തുറന്നു വിട് സാറേ. ഇവനെന്നെ കേസ്? ബോംബ് കേസ് സാറേ. ബോംബറിയോ? നാളെ കോടതി കൊണ്ടുപോകണം. അവനേക്ക് ഇറക്കി വിട്ടെ. ഇറക്കി വിട്ടാ വിളിക്കും. ഇങ്ങനെ ഇറക്കി വിട്ടെ. നീ ബോംബറിയോ? അല്ല, നീ ബോംബെറിയും. നീ ബോംബെറിയോ? ഇങ്ങോട്ട് പറ. വേറൊരു കാര്യം, കുറച്ച് കഴിയാൻ നേരത്തെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. എന്താ ചെയ്യ? തന്റെ അച്ചിബീടാണോ വന്ന് കയറി അങ്ങോട്ട് ഇരുന്നോ കസാര വലിച്ചിടാൻ വേണ്ടിട്ട്? അല്ല, ഞാൻ സാറിനെ രാവിലെ വിളിച്ചായിരുന്നു. ഓ, ഞാൻ രാവിലെ കുളിച്ചോണ്ടിരുന്നപ്പോ നോക്കിയേ. അതെ സാർ, നോക്കിയത് മൊട്ട വിളിച്ച ടീം. സംഭവം സാറ് നമ്മുടെ ഭാസ്കരൻ മുതലാളിയെ കുറിച്ച് അറിയാമല്ലോ. പിന്നെ ഭാസ്കരൻ മുതലാളിയെ കുറിച്ച് അറിയാൻ മേലാത്ത ആൾക്കാർ ഇവിടെ ഏതാ ഉള്ളത്? അതെ. അപ്പൊ ഭാസ്കരൻ മുതലാളിയുടെ PA ആണ് ഞാൻ. അപ്പൊ മുതലാളിക്ക് ദൈവം സഹായിച്ച് സർവ്വ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ബിസിനസ് ആകപ്പാട് ഡബിളാ. ഡബിൾ എന്ന് പറയുമ്പോൾ വെച്ചടി കയറ്റ വന്നു. അല്ലല്ല, വെച്ചിട്ട് ഞാൻ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എടോ, അതിനെ ഡബിൾ എന്നല്ല പറയുന്ന, ഡള്ളാന്ന് പറ. അപ്പൊ മുതലാളിക്ക് ഇപ്പൊ അടുത്തൊരു കല്യാണം. എന്റെ തലയ്ക്ക് സ്ഥിരമില്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുമോ? വട്ടാണോ? ഇവിടെ ആൾ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ കീഴൊക്കെ എന്തോ പരിപാടി? അവിടെ അടങ്ങിയിരിക്കും. അതിന് കാര്യം പറ സാറേ. മുതലാളിക്ക് ഇപ്പൊ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പൊ മുതലാളിക്ക് ഇപ്പൊ എത്ര ആലോചിച്ചിട്ടും ആ കല്യാണാലോചന നടക്കുന്നില്ല. അപ്പൊ മുതലാളിക്ക് വിശ്വാസമുള്ള അടുത്തുള്ള ഒരു ജോത്സ്യനെ പോയി കണ്ടായിരുന്നു. അപ്പൊ ജോത്സ്യൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വർഷത്തിന്റെ അവസാന ദിവസം, അതായത് ഇന്ന് ന്യൂ ഇയർ ദിവസം, ഏതെങ്കിലും പോലീസ് ലോക്കപ്പിൽ കിടന്ന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയാൽ ഈ വിവാഹം നിഷ്പ്രയാസം നടക്കും. അതോടുകൂടി മുതലാളിക്ക് വെച്ചടി കയറ്റം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ആരാ? ഏത് കിഴങ്ങൻ ജോത്സ്യനാണ് പറഞ്ഞത്? ഞാനാ കിഴങ്ങൻ. പറഞ്ഞില്ലേ ജോത്സ്യൻ? കിഴങ്ങൻ ജോത്സ്യൻ ഓരോ തട്ടിപ്പുമായിട്ട് വന്നോളും. തട്ടിപ്പല്ല, പിന്നെ 2 മണിക്കൂർ ഈ സ്റ്റേഷനിൽ കിടന്നു നരകയാതനയും പീഡനയും അനുഭവിച്ചാലേ എന്റെ മുതലാളിക്ക് നല്ലൊരു പെണ്ണെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഒരക്ഷരം പോലും തെറ്റിയിട്ടില്ല. പറഞ്ഞ അട്ടച്ചാ. അല്ല, അത് തെറ്റിയല്ലോ. രാവിലെ കുറിയും മരിച്ചു ഇറങ്ങിക്കോളും. ഇതൊക്കെ പോട്ടെ, വേറെ കാര്യം.
എടോ അവനെ പറഞ്ഞു വിടുറോ അവനെ. എടുക്കാനല്ലേ ഞാൻ കൊണ്ടുപോകാം. സാർ പറയും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ചുമ്മാ ഇങ്ങനെ വേടി വന്ന് കഴിഞ്ഞാൽ പുള്ളിയെ പിടിച്ച് സെല്ലിലിടാൻ പറ്റില്ല. കേരള പോലീസിന് അതിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. കാരണം നല്ല പക്കായിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചകത്തിടാൻ പറ്റുള്ളൂ. എന്ത് സാറാ, സാർ ഏത് ലോകത്താ ജീവിക്കുന്നത്? മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? അതായത് സാറ് ഇപ്പൊ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാറിന് ഇവർക്കൊക്കെ അതിനുള്ള ഉപയോഗം ഉണ്ടാവും. എന്തുപയോഗം? അതായത് നിസ്സാരപ്പെട്ട ഒരു ഇടിക്ക് പോലും 1000 രൂപ വെച്ച് തരും. നീ കണ്ട പൈസ പരമാവധി പീഡിപ്പിക്കണം. ഈ പറഞ്ഞ മുതലാളിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണിത്. നമ്മളെല്ലാം കൂടെ ഒറ്റ കെട്ടിന് നിന്ന് കഴിഞ്ഞാൽ ന്യായമായിട്ട് പൈസ ഒപ്പിക്കാം. ഞങ്ങളുണ്ട് കൂടെ. ആർത്തി കയറി ആവശ്യമില്ലാത്ത പൈസ മേടിക്കരുത്. അപ്പൊ ഒരു ഇടിക്ക് 1000 രൂപ വെച്ച് കിട്ടും. അപ്പൊ നൈസായിട്ട് നിന്നോണം. പരമാവധി പീഡനം ചെയ്യണം. പറഞ്ഞു കേട്ടോ, വിളിച്ചോട്ട് പാടോ അതിനെ. ഇത് പേപ്പട്ടിയാണെന്ന് തോന്നുന്നു, ചങ്ങലൊക്കെ ഇട്ടിരിക്കുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. ഞാൻ വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടാണ് ഞാൻ ഈ വന്ന് നിൽക്കുന്നത്. ഇങ്ങോട്ട് മാറുന്നേടാ. അറിയില്ല അങ്ങോട്ട്. നീ ചെയ്ത കുറ്റവൻ അത് പറയങ്ങോട്ട്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ തൂക്കിക്കൊല്ലും. അതിൽ കുറഞ്ഞൊരു ശിക്ഷ ഞാൻ അർഹിക്കുന്നില്ല. ഇന്നലെ രാത്രി ഒരു 8:30 ഞാൻ എന്റെ വീടിന്റെ താഴെ ഒരു കുരിശടിയുണ്ട്. കുരിശടി നോട്ട് പോയിന്റ്. ആ കുരിശടിയുടെ താഴെ ഒരു കാണിക്കവഞ്ചിയുണ്ട്. കാണിക്കവഞ്ചി നോട്ട് പോയിന്റ്. ഞാൻ അങ്ങനെ രാത്രി ഒരു 8:30 ആ കാണിക്കവഞ്ചിയിൽ അവിടെ ചെന്നു സാറേ. ചെന്നു നോട്ട് പോയിന്റ്. ഞാൻ പരിസരം മൊത്തം നോക്കി. പരിസരം നോട്ട് പോയിന്റ്. ഒരു കൊച്ചു പട്ടി മാത്രം അവിടെ കിടപ്പുണ്ട് സാറേ. പട്ടിക്കുഞ്ഞിനെ താമല്ലോ ചെയ്തോ? 4 മെഴുകുതിരി അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, മെഴുകുതിരി ഊതിക്കടത്തി ബാക്കിയെല്ലാം മാറി പിടിച്ചോണ്ട് ഒറ്റോട്ട് വരും സാറേ. അത് ശരി, നീ അവിടുത്തെ കാണിക്കവഞ്ചി മോട്ടിച്ചല്ല. കാണിക്കവഞ്ചിയല്ല, പിന്നെ എന്നാ മോട്ടിച്ചത്? അവിടെ കെടുത്തി വെച്ച 4 മെഴുകുതിരിയും അടിച്ചു വാരിക്കൊണ്ട് ഞാൻ ഓടി. എന്നെ പിടിച്ചറസ്റ്റ് ചെയ്യൂ സാറേ. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനത്തെ മെഴുകുതിരി മോട്ടിച്ചോനോ ചാമ്പ്രാണിത്തിരി മോട്ടിച്ചോനോ ഒന്നും കേസ് എടുക്കാൻ പറ്റില്ല. തക്കതായിട്ടുള്ള ഒരു കുറ്റം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അകത്തിടാൻ പറ്റുള്ളൂ, അതിനെ മർദ്ദിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ്ത് സഹായിക്കും. കാശ് കിട്ടുന്ന ഏർപ്പാടാണ്. എന്തെങ്കിലും കേസ് ചുമത്തി അവൻ ആ താക്ക്. പൊട്ടിക്കും അത് ചെയ്യില്ലേ? പൊട്ടിക്കും. ഉണ്ടയുണ്ട്. ഉണ്ട ഞാൻ പൊട്ടിക്കും. സർക്കാരിന്റെ ഉണ്ടയാണ്. സർക്കാരിന്റെ ഉണ്ടയാണെങ്കിൽ ഞാൻ പൊട്ടിക്കും. നോക്കി നിൽക്കാൻ അവന്റെ ഇത് നോക്കുവായോ? എന്റെ കഷത്തിന്റെ അടിപൊളി ഉണ്ട പോയി. കഷത്തിന്റെ ഉണ്ടല്ലോ പോയത്. നല്ല തന്റെ തോക്കിനകത്ത് ഉണ്ട കയറി പോയ കാര്യമാണ്. സുഹൃത്തെ, ഇങ്ങനെ മാനസിക രോഗം ഉള്ളവനെ പിടിച്ച് ഇതിനകത്തിടാൻ പറ്റത്തില്ല. തക്കതായിട്ടുള്ള കുറ്റം വേണം, തക്കതായിട്ടുള്ള കുറ്റം. തക്കതായ കുറ്റം നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. പറയാൻ പോയതാ. ദൈവം പിറക്കുന്നു മനുഷ്യനായ ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പോലും സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ സാറേ എന്നെ പിടിച്ച് പോലീസ്? അയ്യോ സാറേ, ഇത് സാറിന്റെ സ്റ്റേഷനാണ്. അവരല്ലേ സാറിനെ അടിച്ചത്? ഞാനാ. നീയാ സ്ഥലം SA കയറി തല്ലിയല്ലേ? അതെ. അല്ല പിന്നെ ഒറ്റ പുള്ളിയുണ്ട്. താങ്ക് യു. ഒരെണ്ണം കൂടെ. അടി, നീ വിളയുന്നുണ്ടല്ലേ? ഇനി ആരെങ്കിലും ഇടി. ഇതേ എന്റെ അമ്മായിപ്പന്റെ വീടാണോ? ഇവിടെ തടി കൊണ്ടോട്ട് ചിരിക്കാൻ. നിന്റെ പേര് തോന്നണ ഭാസ്കരൻ മുതലാളി. മുതലാളി എന്റെ അച്ഛന്റെ പേരാണോ? 1000. 1000, 2000, 3000, 4000. താടുതലോട് കാണിക്കുന്നത്. രണ്ടാമത്തെ നിങ്ങളുടെ പണി തുടങ്ങി സാറേ. എന്റെ മൂന്നാമത്തെ നല്ല പൊളിഞ്ഞ് കൊടുക്കും. 4000 രൂപ കൊടുക്കും. 4000 രൂപ. പോലീസുകാരെ കണ്ണിറക്കി കാണിച്ചോളാം. അറിയാമോ? 2000. അറിയാമോ? ആ പുള്ളി അവിടെ കിടക്കുമല്ലായിരുന്നു. പോലീസുകാരെ കണ്ണിറക്കി കാണിച്ചില്ലല്ലോ. സാറേ, എനിക്ക് 2000 കിട്ടിയ കഴിക്കോ? ഇടയിൽ കൂടെ കയറി അങ്ങ് മേയുവാ. ഓക്കെ എന്നാ. അയ്യ. എന്നാ പരിപാടി തന്നെ? ഇവിടെ കേസിന് നിങ്ങൾ അവിടെ തല്ലിയത്? സാറിന് എല്ലാവർക്കും 1000 വെച്ച് കെട്ടിയില്ലേ? അപ്പൊ എനിക്ക് വേണ്ട 1000. 1000 രൂപ. ഇങ്ങനെ വേണം പെമ്പിള്ളേരായ.
വേറെ കേസ് ഇങ്ങനെ എല്ലാവരും വന്നു ഇതിനകത്തൊരു വേറെ കേസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവനെ ഇങ്ങനെ ഇട്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഇവനെ നരകിപ്പിച്ച് അവന്റെ ചാറ് മൊത്തം നമുക്ക് എടുക്കണം. മാനസികമായിട്ട് തകർക്കണം. അതിന് വേറെ എന്തോ ഒരു വഴി തന്നെ പൂർണ്ണമായ പീഡനമായിരിക്കണം. അതായിരിക്കണം ഒരു കഞ്ചി. അവനെ അണ്ടർവാറിന്റെ പുറത്ത് നിർത്തിയാലോ? അത് കൊള്ളാം സാർ, സൂപ്പർ ഐഡിയ. അങ്ങനല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവനിട്ട് കിണ്ണങ്ങാച്ചി ഒരു പണിയാൻ കൊടുക്കണം. നരകിപ്പിച്ച് അവനെ നശിപ്പിക്കണം. സാർ പറ, ഒരു ഐഡിയ പറ. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവനെ കൊണ്ട് ആന കളിപ്പിച്ചാലോ? നീ ഇന്ന് മുതൽ 2 മണിക്കൂറത്തേക്ക് ഈ സ്റ്റേഷനിലെ ആനയാ. അങ്ങനെയല്ല, അവിടെ പോയിട്ട് മുട്ടലിങ്ങി വാ. മുട്ടാലോ? മുട്ട വരാലോ. ആരാ കേറുന്ന ആനപ്പുറത്ത്? ഒരു മിനിറ്റ്, റെഡിയാക്കട്ടെ. കേറിക്കോ. അവരല്ല കേറുന്നത്, പിന്നെ അവര് രണ്ടുപേരും കേറോ. താൻ കേറാൻ കേറതിന്റെ മണ്ടേല് നേരെ നില്ലാണ്. 1, 2, 3 ചാർജ്. സാറേ, ഒരു വിഷയമുണ്ട് കേട്ടോ. ആനക്ക് ചെറിയതായിട്ട് മതപ്പാടുണ്ടോ തോന്നുന്നു, ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, തോട്ടിക്ക് വയറ്റിലിട്ട് കുത്തു കൊടുത്താൽ മതി. കേട്ടോ ഇച്ചിരി വെള്ളം തരുമോ? അതെ, ആനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പൊ കോരി കുടിച്ചാ മതി. കുടിക്കാനല്ല, പിന്നെ ആന പിണ്ടി കിട്ടുമെന്ന് തോന്നുന്നു. മാറി ഉരുണ്ടങ്ങ് മാറി കിടക്കാന്. അല്ല എന്നുണ്ടല്ലോ നീ ഇവിടെ കിടന്ന് പുഴുക്കുന്നത് എങ്ങനെ? പടിയും കൂടെ ഞാൻ പിടിക്കാൻ പോകും. സമയം സമയം ഇനി 11:30 ഇനി അരമണിക്കൂറുകളുണ്ട്. അരമണിക്കൂറുള്ള പുഴുക്കും. എങ്ങനെ അവിടെ കിടന്നു നീ? അല്ല പിന്നെ എന്തോടെ സാറേ ഒരു പരാതി പറയാൻ വന്നത്. സാർ അവിടെ ഇരിപ്പുള്ളൂ, സാറിന്റെ അടുത്തില്ല. ഇവിടെ സാറേ ഒരു പരാതി പറയാൻ വന്നത്. പറ. സാറേ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഗുണ്ട എന്നും വന്ന് എന്നെ പേടിപ്പിക്കുന്നു സാറേ. എന്നും വന്ന് എന്നെ പേടിപ്പിക്കുന്നു. എടോ, പേടിപ്പിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സ്റ്റേഷനിൽ കേസ് എടുക്കാൻ പറ്റൂല. അപ്പൊ തന്റെ പ്രശ്നം പേടിയാണ്. പേടിയാ. PC ഇവിടെ വരൂ സാർ. നമുക്ക് ഈ പേടി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? പേടി മാറാനായിട്ട് നമുക്ക് അതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയാതോ? മന്ത്രവാദിക്ക് ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ഓരോരുത്തരെ പൊക്കിക്കൊണ്ടിരിക്കുമല്ലേ. ഒരു കാര്യം ചെയ്യാം, ഈ പേടി മാറാൻ വേണ്ടിയിട്ട് ആനവാലില്ലേ, ഈ ആനന്റെ വാലിന്റെ അറ്റത്തെ ആ മുടി ഇങ്ങനെ വലിച്ചു പറിച്ച് ഒരു മോതിരം കെട്ടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പേടി പറിച്ചില്ല. പേടി വരത്തില്ല. പക്ഷെ അതിന് ആന എവിടുന്ന് സാറേ? എവിടെ നിൽക്കുന്ന ആന? അവനല്ലേ അവൻ കുറെ നേരമായിട്ട് ഇവിടെ കിടന്നിട്ട് കളിക്കുക. ഇനി സമയത്തായി, ഇനി 15 മിനിറ്റുകളുണ്ട്. 15 മിനിറ്റ്. 15 മിനിറ്റ് കൊണ്ട് അവനെ നാശിപ്പിച്ച് നമ്മൾ കൈ കൊടുക്കാം. കിട്ടി സാറേ, മുടി കിട്ടി. വാല് കിട്ടിയില്ല, തലമുടി വലിച്ചു. തലമുടി വലിച്ചു കിട്ടിയോ? അങ്ങനെ മാറി നിൽക്കും. അല്ല പിന്നെ ഒരു കാര്യം, ഒരു 2 ഇടി കൊണ്ട് കൊടുത്തേ സാറേ. ഞാൻ ഇടിക്കണം. 2 ഇടി കൊടുക്കും. ഒരു 2000 രൂപ അവന്റെ കയ്യിലല്ല, അതിങ്ങനെ നേരെ നിനക്കുള്ള ഞാൻ പിന്നെ തരാം കേട്ടോ. കാലിന്റെ പൈസ അടച്ചില്ല. വീട്ടില് ഗ്യാസിന്റെ പൈസ ഗ്യാസ് മേടിക്കാൻ പൈസ കൊടുക്ക. പിള്ളേർക്ക് ഫീസ് കൊടുക്കാറുണ്ട്. സാധനം നിൽക്കുമല്ലോ അവിടെ. അങ്ങനെ ചവിട്ടോ സാറേ, ലാസ്റ്റ് 200 രൂപ കൂടുതലുണ്ട്. മേടിച്ചു പോട്ട്. സമയത്തായി 5 മിനിറ്റ് എത്ര ഇടി അവനെ കൂടുതൽ അടിച്ചത്? തനിക്കത് പറയാം. നാളെ എന്നെ വീടിന് ലോൺ അടയ്ക്കാനുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഇതുപോലെ പണം കായ്ക്കുന്ന ഒരു മരം നിന്ന് നിൽക്കുമ്പോ നമ്മൾ അതിനകത്ത് നിന്നും കൊയ്ത് പറിച്ചെടുക്കണ്ടേടോ. രക്ഷപ്രഭു
ഈ സ്റ്റേഷനിൽ പറഞ്ഞവർക്ക് പൈസ കൊടുക്കണമെന്ന് പറയാനായിട്ട് ഇവിടെ പറഞ്ഞവർക്ക് പൈസ കൊടുക്കണമെന്ന് പറയാ അടി കൊടുത്താലേ പൈസ കിട്ടുള്ളൂ. അടി കൊടുത്താലാ ആർക്ക് കൊടുക്കണം അടി? കരളേത് ഭാഗത്താ? പൈസ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇനിയല്ല മുതലാളി തൊട്ടുപോലും അതെ മുതലാളി നമ്മൾ രക്ഷപ്പെട്ടു. മുതലാളിയുടെ നരകയാതന കഴിഞ്ഞു. ഇനി നല്ലൊരു പെണ്ണിനെ കെട്ടി സന്താന സൗഭാഗ്യത്തോടെ ജീവിക്കാം. ഞാൻ എന്തിനാണ് ഇനി പെണ്ണിനെ കെട്ടുന്നത്? ചൂരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റൂ.